ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പനീർ കുക്കർ ബിരിയാണിയാണ് കേട്ടോ. കുക്കറിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇല്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അതിൻ്റെ പേരിലാണ്. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത്, ഇത് നമ്മൾ തയ്യാറാക്കുന്ന കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. കുക്കർ ഒന്ന് ചൂടായി വരുന്ന സമയം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിലെ എണ്ണയാണ്. ഏതെണ്ണ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എണ്ണയും നെയ്യും എല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും ഒരു 2 ഏലയ്ക്ക 3 ഗ്രാമ്പുവുമാണ്. അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടട്ടെ. അപ്പോൾ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 200 ഗ്രാം അളവിൽ പനീർ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ പനീർ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ പനീർ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ചെറുതായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മൊരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നല്ലൊരു ലൈറ്റായിട്ടുള്ളൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് ഒന്ന് കളറ് മാറുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അതല്ല നമ്മൾ വെറും ഓയിലിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഈ പനീർ ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ പനീറിൽ പിടിച്ചിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം. പനീർ മാത്രം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബൗളിലേക്ക് എടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ബാക്കി വന്ന അതേ എണ്ണയിലേക്ക് തന്നെ ഇതുപോലെ ഒരു സവാള, മീഡിയം സവാളയിൽ ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയ പച്ചമുളകിൽ ഒരു 3 പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരുപാട് സമയത്ത് വഴറ്റി അതിൻ്റെ കളറൊന്നും മാറ്റണമെന്നില്ല. ലൈറ്റായിട്ട് ഇതൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഞാനൊന്ന് മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ചെറിയ രീതിയിൽ തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറിയ പീസ് അളവിൽ ഒരു 2 വയനയില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം അണ്ടിപ്പരിപ്പും കൂടി. അണ്ടിപ്പരിപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്. ചെറിയ തക്കാളിയിൽ ഒരു തക്കാളി ഇതുപോലെ എടുത്തിട്ടുണ്ട്, അതും കൂടി. കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ആവശ്യമായിട്ടുണ്ട്, അതും ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഫ്ലെയിം ഈ സമയത്തെല്ലാം മീഡിയത്തിൽ നിന്ന് ഒരല്പം ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. കാരണം മസാല ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്
ഇതുപോലെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ഒരു 1/4 കപ്പിൽ നിന്ന് അല്പം കൂടി കൂടുതലായിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കാവുന്നതാണ്. ഒന്നുകിൽ ക്യാരറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ബീൻസോ ഇതുപോലെ ഗ്രീൻ പീസോ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ബസ്മതി റൈസ് ഞാനിപ്പോൾ ഒരു 30 മിനിറ്റോളം വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ആ റൈസ് മാത്രം നമുക്ക് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് വീണ്ടും ഹൈയിലേക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ റൈസ് എല്ലാം ഒന്ന് ചൂടായി വരട്ടെ. അതുവരെ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കപ്പിൽ 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ അരി എടുത്തിട്ടുള്ളത്. ആ സെയിം കപ്പിന് തന്നെ 1.5 കപ്പ് അളവിലാണ് നമുക്ക് വെള്ളം ആവശ്യമായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഏത് ബൗളിലാണോ അതായത് അരി അളന്നെടുക്കുന്നത് ആ സെയിം ബൗളിൽ തന്നെ 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഈ ഒരു സമയം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം മാത്രമാണ് നമ്മളിതിലേക്ക് കറക്റ്റായിട്ട് വെക്കേണ്ടത്. നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന അരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വെള്ളമാണോ വെക്കുന്നത് ആ ഒരു അളവിൽ തന്നെ നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. കുക്കറിലൊക്കെ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് തിളയ്ക്കട്ടെ. ചെറിയ രീതിയിൽ ഇപ്പോൾ തന്നെ തിളച്ചു തുടങ്ങുന്നുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് തിളയ്ക്കട്ടെ. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ചു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഫ്ലെയിം ഈ ഒരു സമയം മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വയ്ക്കാം കേട്ടോ. എന്ന് വെച്ചിട്ട് ഒരുപാട് ലോ ഫ്ലെയിമിലല്ല, എന്ന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലും വെക്കേണ്ട, ഒരല്പം കുറച്ചെന്ന് വെച്ചിരിക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങ് വിസിൽ വരും. ഒരൊറ്റ വിസിൽ മാത്രം നമുക്കിതിൽ വന്നാൽ മതിയാവും. ഇതിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഉടൻ തന്നെ നമ്മളിത് തുറന്ന് നോക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം മാത്രം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരൊറ്റ വിസിൽ വന്നാൽ മതിയാവും കേട്ടോ. എന്നാൽ ശരി, പ്രഷർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് പോട്ടെ. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ റൈസ് എല്ലാം ഇപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിക്കൊന്നും ഒട്ടും പിടിക്കാതെ ഇതുപോലെ ഒറ്റ അരിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പനീർ ഇതിലേക്കൊന്ന് ചേർക്കാനായിട്ട്. കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി. അതുപോലെ തന്നെ ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. ചിലർക്ക് പുളി കൂടുതലായിട്ട് വേണമെന്നുള്ളവരുണ്ട്. അതിനനുസരിച്ചിട്ട് നാരങ്ങ നീര് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അടിക്കൊന്നും പിടിക്കാതെയാണ് നമ്മുടെ ഈ ചോറ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ഈ ചോറിലേക്ക് വെള്ളം വെക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചോറിൻ്റെ കൂടെ നമ്മൾ ഈ പനീർ ചേർത്ത് വേവിക്കാത്ത എന്താണെന്ന് വെച്ചാൽ പനീർ നല്ലതുപോലെ സോഫ്റ്റായി പോകും. ഒരുപാട് അങ്ങനെ വെള്ളം കയറിയിട്ട് നന്നായിട്ട് ഇങ്ങനെ അതിനുള്ളിൽ വെള്ളം നിൽക്കും. അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ചോറ് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം മാത്രം ഈ പനീർ കൂടി ചേർക്കുന്നത്. എന്നിട്ട് വേണം ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു 15 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് അടച്ചു വെക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ മല്ലിയിലയുടെയും പുതിനയിലയുടെയും ഒക്കെ ഈ ഒരു ഫ്ലേവറും ആ ചോറിൻ്റെ ഫ്ലേവറും എല്ലാം നമ്മുടെ ഈ പനീറിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കർ പനീർ ബിരിയാണിയാണ് കേട്ടോ. എത്ര എളുപ്പത്തിലാണ് നമ്മുടെ ഈ പനീർ കുക്കർ ബിരിയാണി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വളരെ രുചികരമായിട്ടുള്ള ഒരു ബിരിയാണിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ ബിരിയാണി തയ്യാറാക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ പനീറൊക്കെ ആഡ് ചെയ്ത് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. നമ്മുടെ പനീറൊക്കെ എങ്ങനെയാണ് ചെറിയ ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാവും, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയിരിക്കുന്നു മറക്കാതെ അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.